ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റല ഇപ്പോൾ ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിനിങ്ങിന് അദ്ദേഹമാണ് നേതൃത്വം നൽകുന്നത്. ടി.ജി. പുരുഷോത്തമൻ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ്നസ് പരിശീലകനായിക്കൊണ്ട് റാഫ മോണ്ടനഗ്രോ എന്ന പരിശീലകനും ഉണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ഇന്റർവ്യൂ കാറ്റല നൽകിയിരുന്നു. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. താൻ വളരെയധികം അംബീഷ്യസ് ആണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് വലിയ ലക്ഷ്യങ്ങളും മോഹങ്ങളും ഒക്കെ തനിക്കുണ്ട് എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ആരാധകരും അതുപോലെ തന്നെ താരങ്ങളുമൊക്കെ ഇതേ അംബീഷ്യസ് ഉള്ളവരായിരിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്നും ഈ ഒരു പരിശീലകൻ പറഞ്ഞിട്ടുണ്ട്. ഡേവിഡിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: കമ്മ്യൂണിറ്റികളുമായി ആഴത്തിൽ വേരുള്ള ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പാഷനേറ്റ് ഫാൻ ബേസ് ഉണ്ട്. താരങ്ങളുടെ ഡെവലപ്മെന്റിന് പ്രാധാന്യം നൽകുന്ന ക്ലബ്ബാണ്. ഈ ക്ലബിന്റെ ഐഡന്റിറ്റി സ്പെഷ്യലാക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുക? ഇതായിരുന്നു ഡേവിഡിനോട് ചോദിക്കപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. ഈ ക്ലബും ആരാധകരും താരങ്ങളും അംബീഷ്യസ് ആണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ടീം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം, എല്ലാത്തിനു വേണ്ടിയും ഫൈറ്റ് ചെയ്യണം. ഈ ഒരു അംബീഷ്യസ് താരങ്ങൾക്കും ടീമിനും എപ്പോഴും ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റല പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു മിഡിൽ ടീം ആയിക്കൊണ്ട് തുടരാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. വലിയ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല, അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് എന്നുള്ള കാര്യം ഈ അഭിമുഖത്തിൽ തന്നെ പരിശീലകൻ പറയുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.